കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടെ മരണം വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്താണ് ശരിക്ക് സംഭവിച്ചത്? CJ റോയി ആത്മഹത്യ ചെയ്തത് തന്നെയാണ്, അതോ അതൊരു കൊലപാതകമായിരുന്നു? ഈ ഒരു സംശയം എല്ലായിടത്തു നിന്നും ഉയർന്ന് കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, CJ റോയിയുടെ മരണം സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് തന്നെയാണോ പോകുന്നത്, അതോ അവർ പറയുന്നതൊക്കെ വാസ്തവങ്ങളാണോ അതോ വ്യാജമാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഈ കേസ് ആദ്യം മുതൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച 2 മണിയോടുകൂടി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ CJ റോയി എത്തുന്നു. രാവിലെ മുതൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കോർപ്പറേറ്റ് ഓഫീസിൽ തമ്പടിച്ച് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആദ്യം പുറത്തു വന്ന ഇൻഫോർമേഷൻ. അത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറോളം CJ റോയിയെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യുന്നു. എന്നിട്ട് ചില രേഖകൾ എടുക്കാൻ ഓഫീസ് ക്യാബിനിലേക്ക് കടന്നു കയറിയ അദ്ദേഹം സമയം കഴിഞ്ഞിട്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരികെ വരാതായപ്പോൾ ഉദ്യോഗസ്ഥർ പോയി പരിശോധിക്കുന്നു. ഏകദേശം 20 മിനിറ്റിന് ശേഷം ആ ക്യാബിനിലേക്ക് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലുമ്പോൾ CJ റോയി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വെടിയൊച്ച കേട്ടിട്ടില്ല, സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൊണ്ട് നിറയൊഴിച്ചു എന്നാണ് അഭ്യൂഹം. അതിനും തെളിവുകളില്ല, സാക്ഷികളില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് നെഞ്ചിൽ ഏറ്റ വെടിയുണ്ട 6.35 mm വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളച്ച് പോയിരിക്കുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അതായത് സ്വയം ഒഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് ആരെങ്കിലും നിറയൊഴിച്ചതായിരിക്കാം എന്ന അഭ്യൂഹവും പടർന്നിരുന്നു. ഇത് ആദ്യ വിവരങ്ങൾ, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. കർണാടക പോലീസ് അന്വേഷിച്ചതിന് ശേഷം CJ റോയി നേരത്തെ തന്നെ ആത്മഹത്യക്ക് പ്ലാൻ ചെയ്തിരുന്നു, CJ റോയി നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഉറപ്പിച്ചിരുന്നു എന്ന തരത്തിലുള്ള ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ പുറത്തു വരുന്നു. ഡയറി കുറിപ്പിൽ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണെന്നും എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നും ക്ഷമാപണ കുറിപ്പ് കണ്ടെത്തുന്നു. അതിനുശേഷം പറയുന്നു, CJ റോയി വന്ന കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വന്ന സമയത്തിൽ വ്യത്യസ്തതയുണ്ട്. ഒന്ന് 2 മണിക്ക് വന്നതാണെന്ന് ചില ജീവനക്കാർ പറയുന്നു, 3 മണിക്കാണെന്ന് സന്തത സഹചാരി പറയുന്നു. ഇതിലേതാണ് ശരിയെന്ന് അറിയണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. 3, അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതാണ്. എന്താണ്? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ CJ റോയിയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നതാണ് 3ാമത്തെ നിഗമനം. ചോദ്യം ചെയ്തിട്ടേ ഇല്ല. അതിന് അവരുടെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി സാക്ഷ്യപ്പെടുത്തുന്നു. അന്നേ ദിവസം ചോദ്യം ചെയ്തിട്ടില്ല, റെയ്ഡ് നടന്നിട്ടില്ല. നമ്മൾ ആദ്യ ദിവസം കേട്ടത് എന്താണ്? അന്നേ ദിവസം ചോദ്യം ചെയ്തിരുന്നു. മരണശേഷവും, ഇങ്ങനെ ഒരു ദാരുണ സംഭവം നടന്നതിന് ശേഷവും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡ് നടത്തിയെന്നാണ്. അപ്പോൾ ആദ്യം CJ റോയിയുടെ മരണം സംബന്ധിച്ച് ഉയർന്നു വന്ന ആ കഥയല്ല ഇപ്പോൾ 2ാം ഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയതിനു ശേഷം ഉയർന്നു വരുന്ന കഥകൾ. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്, വിശ്വസനീയം? ഇപ്പോഴും CJ റോയിയുടെ സഹോദരൻ CJ ബാബുവും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ മരണത്തിന് ഉത്തരവാദികൾ ആദായ നികുതി വകുപ്പ് മാത്രമാണെന്നും ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം മാത്രമാണ് CJ റോയിക്ക് ഉണ്ടായിരുന്നതെന്നും സമർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും CJ റോയിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതയോ ഉണ്ടായിരുന്നില്ല എന്ന കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ ഏതാണ് ശരി? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ 2 മാസമായി റെയ്ഡ് നടത്തുന്നു എന്നതാണ് 1ാമത്തെ വാസ്തവം ഞാൻ മനസ്സിലാക്കുന്നത്. 2ാമത്തെ വാസ്തവം എന്ന് പറയുന്നത് 700 കോടി രൂപയുടെ ഒരു ഡീൽ ബംഗളൂരുവിൽ നടന്നിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന് 700 കോടിയോളം രൂപ പ്രോഫിറ്റ് ലഭിച്ച ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടന്നു. ആ ബിസിനസ്സിൽ ലഭിച്ച ലാഭത്തിന്റെ ഒരു നല്ല വിഹിതം പാർട്ടി ഫണ്ടിലേക്ക് വേണമെന്നാവശ്യപ്പെട്ട് BJP നേതാക്കൾ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ സമീപിക്കുന്നുണ്ട്. അത് സാധ്യമല്ലെന്നും കേരളത്തിൽ മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അവിടെ മുതലാണ് അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, അതായത് ED ഉദ്യോഗസ്ഥരെ വിട്ടു വരട്ടാൻ പറ്റില്ല, CBI വിട്ടു വരട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? എല്ലാം കൃത്യമാണ്, രേഖകൾ കൃത്യമാണ്, കണക്കുകൾ കൃത്യമാണ്, ഒന്നും ഒരു ലൂപ്പ് ഹോളുമില്ല. എന്നാൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആദായ നികുതി റിട്ടേൺസിൽ ചില ക്രമക്കേടുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അവിടെ ഇടിച്ചു കയറാൻ അല്ലെങ്കിൽ അവിടെ കടന്നു കയറാൻ കഴിയും. അതുകൊണ്ട് അവിടെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ കയറി ചെല്ലുന്നതിനും അവരിലൂടെ CJ റോയിയെ വരുതിക്കാക്കുന്നതിനും ശ്രമം നടത്തി. ഇതിൽ മനമെടുത്ത് ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത്. ഇതിലേത് വിശ്വസിക്കണം വിശ്വസിക്കണ്ട എന്നൊക്കെ
തീരുമാനിക്കേണ്ടത് അന്വേഷണ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനത്തെ ഫൈൻഡിങ്, അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും അവസാനത്തെ ഫൈൻഡിങ് നമ്മുടെ കയ്യിൽ ലഭിക്കുമ്പോഴാണ്. പക്ഷേ ഇമാതിരിയാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ അന്വേഷണത്തിന്റെ ഫൈൻഡിങ് എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യ വകുപ്പിന് അയച്ച കത്ത് പ്രസക്തമാകുന്നത്. സിജെ റോയിയുടെ മരണം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യം. എന്തുകൊണ്ടാണ് ആ ആവശ്യമെന്ന് ഞാൻ ഇനി തെളിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വ്യക്തമാണ്, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ ഭയക്കുന്ന കർണാടക സർക്കാരും കർണാടക പോലീസും ഒരിക്കലും കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ ആരാണ് കുറ്റവാളികൾ എന്ന് കണ്ടെത്തുക പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ കണ്ടെത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. ധനകാര്യ വകുപ്പിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് ജുഡീഷ്യൽ എൻക്വയറിയിലൂടെ ഈ വസ്തുതകൾ പുറത്ത് കൊണ്ടുവരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യം. ഏതായാലും നല്ല രീതിയിൽ അന്വേഷണം നടക്കട്ടെ, ശരിയായ ദിശയിൽ തന്നെ അന്വേഷണം നടക്കട്ടെ. ആ അന്തരിച്ച മഹാനായ മനുഷ്യന്, മനുഷ്യസ്നേഹിക്ക് ആദരാഞ്ജലികൾ.